എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൂന്നാറിലെ ഞങ്ങളുടെ ഒരു നൈറ്റ് സ്റ്റേനെ കുറിച്ചുള്ളതാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് മൂന്നാറിന് പോയത്. അപ്പോൾ ഞങ്ങൾ ഇത് കല്ലാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അക്കോമഡേഷനാണ്. ഈ അക്കോമഡേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ഗ്രീനറീസ് സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒത്തിരി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ തന്നെയായിട്ട്. ഞങ്ങൾ 2 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ ഇത്. അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടെ. ഈ റൂമിൻ്റെ ബാൽക്കണി ആട്ടോ ഇത്. ഇത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയുണ്ട്. ബാൽക്കണിയുടെ ഇവിടെ നിന്ന് കാണാനുള്ള വ്യൂ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർഫോളാണ്. അത് കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു റൂമിൽ ഒന്നിച്ചു കൂടി ഫുഡ് കഴിച്ചു. നല്ല ഉറക്കത്തിന് ശേഷം രാവിലെ ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു ഞങ്ങളുടെ സ്റ്റേയിൽ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണിത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ സെപ്പറേറ്റ് ബിൽഡിങ്ങിലായിട്ടായിരുന്നു. നടപ്പാതയ്ക്ക് ചുറ്റും വെള്ളം ഒഴുകുന്ന ചെറിയ തോട് പോലത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു. ചെറിയ മഴയുണ്ടായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ നടപ്പാതയ്ക്ക് ചുറ്റും അതേപോലെ ഇവിടെയൊക്കെ ചെടികൾ, ഒത്തിരി സ്ഥലങ്ങളിൽ നല്ല ഭംഗിയായിട്ട് ചെടിയൊക്കെ വെച്ചേക്കുന്നുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ അമ്മച്ചിക്ക് ഒത്തിരി അമ്മച്ചിക്ക് തന്നെയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷം തോന്നി കേട്ടോ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെ റിക്രിയേഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഹോം മെയ്ഡ് ഫുഡായിരുന്നു. പല വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിള്ളേർ കുറച്ച് നേരം അവിടുത്തെ ഗെയിംസൊക്കെ കളിച്ചു. ക്യാരം ബോർഡും ചെസ്സും ടേബിൾ ടെന്നീസും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ മെയിൻ കൃഷി ഏലമാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഏലത്തിൻ്റെ ഒറിജിനൽ ചെടി
ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഈ കാണുന്നത് ഇതെല്ലാം ഏലത്തിൻ്റെ ചെടികളാണെന്നാണ് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് സാധനങ്ങളെല്ലാം, ഞങ്ങളുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയി. ഏലത്തിൻ്റെ ചെടി കാണാനായിട്ടുള്ള ആകാംക്ഷ കൊണ്ട് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളിങ്ങനെ ചുറ്റും നടന്നു നോക്കിയപ്പോൾ അവിടെ ഏലം ഉണ്ടായി കിടക്കുന്ന ചെടി കണ്ടു. ആദ്യമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഒത്തിരി പൊക്കമില്ലെങ്കിലും ചെറിയ പൊക്കത്തിലാണ് ഈ ഏലത്തിൻ്റെ ചെടി നിൽക്കുന്നത്. ഏലം അതിൻ്റെ താഴെയാണ് ഉണ്ടായേക്കണത്. അതൊത്തിരി ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഈ കാണുന്നതാണ് പച്ച ഏലക്കായ ഉണ്ടായി കിടക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഒത്തിരി ഏലത്തിൻ്റെ ചെടികൾ കണ്ടു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ കാറ്റിനും വരെ ആ ഏലത്തിൻ്റെ നല്ല സ്മെല്ലാണ്. അതിനുശേഷം അധികം താമസിയാതെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഞങ്ങളുടെ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്തു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.